Anyway, here a father and son are debating whether the old generation or the new generation is smarter. Participating in this debate are Umesh and Vishak Nair. ഒരു സാധനം ഇവിടെ വെച്ചാൽ കാണത്തില്ലല്ലോ. ഒരു ചെറുക്കന്റെ മൂല ഒരു കൊച്ചുണ്ടായി ഇതാ സ്ഥിതിയെങ്കിൽ 10 പിള്ളേരെല്ലാം എന്താ ചെയ്യാം? ഇവിടെ പോയോന്ന് തുണി പോലും അഴിക്കുന്നതിന് മുമ്പ് എടാ ഇന്ന് സ്കൂളിൽ പോയിട്ട് നീ വല്ലതും പഠിക്കുന്നുണ്ടോ? സ്കൂളിൽ ഇന്നെന്താ പഠിച്ചേ? ഓപ്പോസിറ്റാ എന്ന് വെച്ചാ എന്താ? ഞാൻ എന്ത് പറഞ്ഞാലും നീ അതിന്റെ ഓപ്പോസിറ്റ് പറയും അല്ലേ? അതല്ലേ നീ നിന്റെ അമ്മ ഇത്രയും കാലം ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ എന്ത് പറഞ്ഞാലും അതിന്റെ ഓപ്പോസിറ്റ് പറയാം. അതിന് കാശ് കൊടുത്ത് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഓ എന്ത് വാക്ക് പറഞ്ഞാലും വിപരീതവാദം അല്ലേ? ആ ശരി നോക്കാം നോക്കാം. അകത്ത് മുകളിൽ ഇടത്ത് കൊള്ളാലോടാ. അതല്ല മതി മതി മതി. എത്ര? എന്റെ ദൈവമേ, ഇപ്പൊ മനസ്സിലായില്ലേ മോനച്ഛക്കാളും മിടുക്കുന്ന? മോന അച്ഛനെക്കാട്ടും മിടുക്കനെന്നോ? ലോക ചരിത്രത്തിൽ ഇതുവരെ കേട്ടില്ല ഇങ്ങനെ ഒരു കാര്യം. എല്ലാ മക്കളും നോക്കുന്നത് വലുതാവുമ്പോ അച്ഛൻ്റെ അത്രയും മിടുക്കനാണെന്നോ. എപ്പോഴും അച്ഛന്മാരാ മിടുക്കര്, മക്കള് അല്പം താഴെ നിൽക്കുകയുള്ളൂ. മനസ്സിലായോ? റേഡിയോ കണ്ടുപിടിച്ചത് മാക്രോണി. അത് ഞാൻ അങ്ങനെ പഠിച്ച മാക്രോണി. ഞാൻ അത് തന്നെയല്ലേ പറഞ്ഞു. അപ്പൊ എന്താ മാക്രോണിയുടെ അച്ഛൻ റേഡിയോ കണ്ടുപിടിക്കാഞ്ഞ് അയാൾ കേറിയല്ലായിരുന്നു. അതുകൊണ്ട് അതെങ്ങനെ ശരിയാകും? അതെങ്ങനെ ശരിയാവുന്നത്? കയർ എഴുതിയ കയർ കയർ എനിക്കറിയാം. എനിക്ക് കയർ എഴുതി എന്റെ നാക്കേലിരിക്കുന്നു. കയറ് ചാമ്പക്കുളം കായ്നഗരി തകഴി 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 തകഴിയാ കയറിയുടെ എടാ ഈ തകഴി മാക്രോണി എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ വല്ലപ്പോഴും ഉണ്ടാകുന്ന അപൂർവ പ്രതിഭകളാണ്. മനസ്സിലായോ? 1000 അച്ഛന്മാരെ 1000 മക്കളെ എടുത്താൽ ഒരു 1-2 മക്കൾ ചിലപ്പോൾ മിടുക്കരായിരിക്കും. 1000 അച്ഛന്മാരെ 1000 മക്കളെത്തി 1-2 അച്ഛന്മാർ മിടുക്കരായിരിക്കും. നീ എവിടെ കണ്ടിട്ടുണ്ട് അച്ഛന്മാരെ കാര്യം മിടുക്കൊരു മക്കള്? നീ ഒരു എക്സാമ്പിൾ തരും. ഒരു എക്സാമ്പിൾ പറയുവോ? ഭരത് കുഞ്ചു നിരഞ്ജൻ അലക്സ് ഇവരൊക്കെ അച്ഛന്മാരെ കാര്യം മിടുക്കുന്ന പറയുന്നത്. നീ നമ്മുടെ കാര്യം എടുക്കാം. നമ്മുടെ കാര്യം നീ അച്ഛൻ ഞാൻ മോൻ അല്ലേ? ആ ഞാൻ അച്ഛൻ നീ മോൻ. എന്നെക്കാട്ടി നന്നായിട്ട് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഒന്ന് കാണിക്കും. എന്നാ കാണിക്കും. കാളി തൊള്ളു. മുട്ടു മടക്കരുതോ? ഇത് വലിയ ശിക്ഷയായി പോയല്ലോ. ഇനി എന്താ? ഇനി എന്താ?